അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്റെ കാല് മുറിച്ച് കളയുക. നിസ്കാരത്തിൽ ഞാൻ നിന്നാൽ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദന ഒന്നുമില്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, അല്ലാത്ത ഒരു അമലും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുടെ വാക്ക്. ഇതാണ് നമുക്കുള്ള ഒരു പ്രതീക്ഷ. ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കപ്പെട്ട നിലക്ക് ഒരു അടിമ അള്ളാഹുവിന് ഉണ്ടായിരുന്നു എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. എന്നിട്ട് ഫഇദാ അംസ നസല ഫഅസാബ മിനൽ വുദൂഇ വഅഖദ തിൽക റുമാനത ഫഅകലഹാ സുമ്മ ഖാമ ലിസ്സലാത്തിഹി. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും സുബിഹിയാകുന്ന സമയത്ത് അയാള് ആ മലക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. താഴെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ആ ഒരു ചെറിയ അരുവിയുടെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് അദ്ദേഹം വുദു എടുക്കും, ആവശ്യമായ ഭക്ഷണം കഴിക്കും, എന്നിട്ട് മുകളിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ ഫുള്ള് ഇബാദത്ത് തന്നെ. അയാൾ ഇബാദത്തിലായി എങ്ങനെ കഴിച്ചുകൂടുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് അള്ളാഹു തആല പറയും, എല്ലാ മലായികത്തിനെയും വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുകയാണ്, അദ്ഖിലു അബ്ദി അൽ ജന്നത ബിറഹ്മതി. എന്റെ ഔദാര്യം കൊണ്ട് എന്റെ ഈ അടിമയെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കൂ എന്ന് മലക്കുകളോട് പറയും. അസമയത്ത് ആ മനുഷ്യൻ നേരെ തിരിച്ച് റബ്ബിനോട് പറയാണ്, റബ്ബി ബൽ ബി അമലി, 500 കൊല്ലം ഞാൻ ഇബാദത്ത് എടുത്തിട്ടില്ലേ, അതിന്റെ പകരം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കൂ. നിന്റെ റഹ്മത്ത് കൊണ്ടല്ല, നിന്റെ ഔദാര്യം കൊണ്ടല്ല, 500 കൊല്ലം ഞാൻ നിനക്ക് ഇബാദത്ത് എടുത്തിട്ടുണ്ട്, അതിന്റെ കാരണം എന്നെ നീ സ്വർഗത്തിലെത്തിക്കണേ എന്ന് ആ അബ്ദ് നേരെ തിരിച്ച് അള്ളാഹുവിനോട് പറയുന്നു. ആ സമയത്ത് അള്ളാഹു പറയാണ്, എങ്കിൽ നമുക്കൊന്ന് കണക്ക് നോക്കാം. നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും 500 കൊല്ലത്തെ നിന്റെ ഇബാദാത്തുകളും നമുക്കൊന്ന് തൂക്കി നോക്കാം. എന്നിട്ട് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ 500 കൊല്ലത്തെ ഇബാദത്ത്, അതിനെക്കുറിച്ച് മഹാന്മാര് വിശദീകരിക്കുന്നു. പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരമാണ്, ഉറക്കില്ല എന്നാണ് പറഞ്ഞത്. 500 കൊല്ലവും ഉറങ്ങാതെ ഇബാദത്ത് എടുത്തു എന്നവർ. ആ ഇബാദത്ത് അള്ളാഹു നൽകിയ കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹത്തിന് പോലും പകരമായില്ല. അപ്പൊ അള്ളാഹു പറയുന്നു, ഈ അടിമയെ നരകത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിയുക. നരകത്തിലേക്ക് എറിയാൻ വേണ്ടി പറയാം. അപ്പൊ ആ അബ്ദ് പറയുന്നു, അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് ഇട്ടാൽ മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, 500 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇബാദത്ത് സ്വർഗത്തിലേക്ക് എത്താനുള്ള സബബല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന 5 വക്ത് നിസ്കാരം നമ്മൾ ഖളാക്കാതെ നിസ്കരിക്കുന്നുണ്ടാവും. ആ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അത്, ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെ എണ്ണി കയ്യും അങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റുന്ന അത്രയും അമല് കൊണ്ട് സ്വർഗം കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്ക് എത്രത്തോളം വെക്കാൻ പറ്റും? ചിന്തിക്കാൻ വേണ്ടിട്ടാ. എത്രത്തോളം നമ്മൾ അമല് കൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റും എന്നല്ല, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ തന്നെ എന്താ? നമ്മൾ പ്രതീക്ഷ വെക്കുന്ന ആ നിസ്കാരത്തിന്റെ തന്നെ അവസ്ഥ എന്തായിരിക്കും? നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത മാറാണ്, വേറെന്തൊക്കെയോ ചിന്തകളാ. മഹാന്മാരുടെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് കാണാം. മഹാനായ ഉറൂബത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തെ കുറിച്ച് മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ ഒരു ദിവസം വലീദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ദിമിഷ്കിലേക്ക് പോകുമ്പോൾ ഒരു രോഗം പിടിപെട്ടു. ആ രോഗത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. കുഷ്ഠരോഗം പോലത്തൊരു രോഗം പിടിപെട്ടപ്പോ ഡോക്ടർമാര് പറഞ്ഞു, ഈ രോഗം മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പകരാതിരിക്കണമെങ്കിൽ കാല് മുറിച്ചു കളയണം. കാല് മുറിച്ചു കളയലല്ലാതെ മാർഗമില്ല. എന്നിട്ട് അവര് പറയാണ്, അലാ നസ്കീക മുർഖിദൻ ഹത്താ യസ്ഹബ അഖ്ലുക മിൻഹു ഫലാ തുഹിസ്സു ബിഅലമിൻ നസർ.
വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി കാല് മുറിക്കുന്ന സമയത്ത് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു കുറഞ്ഞൊരു പാനീയം നിങ്ങൾ കുടിക്കണം. അത് കുടിക്കുമ്പോ നിങ്ങളുടെ ബോധം പോകും. അത് നിങ്ങൾ സമ്മതിക്കണം എന്ന് മഹാനവറുകളോട് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയാണ്, ലാ വല്ലാഹി മാ കുന്തു അളുന്നു അന്ന അഹദൻ യശ്റബു ശറാബൻ ഔ യഅകുലു ശൈഅൻ യദ്ഹബു അക്ലുഹു വലാകിൻ ഇൻ കുന്തും ലാ ബുദ്ദ ഫാഇലീൻ ഫഫഅലൂ ദാലിക വഅന ഫിസ്സലാഹ്. മഹാനവറുകൾ പറയാ പറ്റൂല, ഞാൻ ആ മരുന്ന് കഴിക്കുമ്പോഴുള്ള, ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോഴുള്ള ആ ഒരു സമയം എന്റെ റബ്ബിനേറ്റുള്ള ബന്ധം എനിക്ക് മുറിയുന്നുണ്ട്, അതിന് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്റെ കാല് മുറിച്ചു കളയുക. നിസ്കാരത്തിൽ ഞാൻ നിന്നാൽ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദന ഒന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അപ്പം മുറിച്ചു കളഞ്ഞോളണം. ഇനി നമ്മളെ നിസ്കാരത്തിക്ക് വന്നാലോ, ഒരു കൊതുക് നമ്മുടെ ശരീരത്തിന്റെ അടുത്തുകൂടെ പോയാൽ മതി, നമ്മുടെ നിസ്കാരം കഴിച്ചോയില്ലേ. ഞാനിത് നമ്മുടെ നിസ്കാരത്തിന് കുറവ് പറയല്ല, അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാ, നമ്മുടെ ഈ ഒരു കുറഞ്ഞ ഒരു അമല് കൊണ്ട് സ്വർഗം കിട്ടും എന്ന ഒരു പ്രതീക്ഷ നമ്മൾ വെക്കുന്നുണ്ടല്ലോ, എത്രത്തോളം ആ പ്രതീക്ഷ ഉണ്ടാവണം എന്നതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ഇബാദത്ത് എടുത്ത് നോക്കി നിങ്ങള്. വിശുദ്ധമായ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പായാലും ഖുർആനോത്തായാലും അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം നമ്മളൊന്നിരുന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് അത് കണക്കൂട്ടി നോക്കണം, സ്വർഗത്തിക്കുള്ളതാണോ. പിന്നെ നമുക്ക് എങ്ങനെ സ്വർഗം ലഭിക്കും, അതിനുള്ള മാർഗം എന്താണുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിലേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, മത്തസ്സഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, എന്നാണ് ഖിയാമത്ത് നാള്, എന്നാണ് അവസാന നാളെന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ അഅതതു ബിഹി ദാലിക, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, നീ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ലാ, ഞാൻ ഒന്നും തയ്യാറാക്കിയിട്ടില്ല, എങ്കിലും ഇല്ല അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, അല്ലാത്ത ഒരു അമലും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുടെ വാക്ക്, ഇതാണ് നമുക്കുള്ള ഒരു പ്രതീക്ഷ. അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെച്ചത് അവരോട് കൂടെയാണ് നാളെ ഉണ്ടാവുക.